എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 5-ാം തീയതി തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. വയനാട് ജില്ലയിൽ റെഡ് അലർട്ടുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം പുറത്തുവിട്ട എല്ലാ നിയന്ത്രണങ്ങളും പൊതുജനങ്ങൾ കർശനമായി പാലിക്കണമെന്ന് വയനാട് ജില്ലാ കലക്ടർ അറിയിച്ചു. വിനോദസഞ്ചാരികൾ അതീവ ജാഗ്രത പാലിക്കണം. സുരക്ഷിതമായ താമസ സ്ഥലങ്ങളിൽ തുടരുകയും അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും ചെയ്യണം. താമരശ്ശേരി ചുരം, ബോയ്സ് ടൗൺ, പാൽച്ചുരം വഴിയുള്ള യാത്രക്കാർ അതീവ ജാഗ്രത പാലിക്കണം. അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കണം. അനിവാര്യമായ യാത്രകൾ മാത്രമേ വയനാട്ടിലേക്ക് പാടുള്ളൂ എന്ന് വയനാട് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിൽ ഉൾപ്പെടെ നിരവധി ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ ചൊവ്വാഴ്ച 8 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മഞ്ഞ അലർട്ടും നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട്, ആലപ്പുഴ, ഇടുക്കി, കാസർഗോഡ്, പത്തനംതിട്ട ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച, അതായത് ആഗസ്റ്റ് 5-ാം തീയതി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ കൂടിയായ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചതായി വയനാട് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. നിലവിൽ ആലപ്പുഴ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. ആലപ്പുഴ ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച കൂടുതൽ ജില്ലകളിൽ അവധി നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല. ഇവിടെയെല്ലാം അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. വരും മണിക്കൂറുകളിൽ ആ അവധി അറിയിപ്പ് ലഭിക്കുമ്പോൾ ഫേസ്ബുക്ക് പേജിലൂടെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ്. മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 25ആയി. 4 പേരെ ഇനിയും കാണാനുണ്ട്. റെഡ് അലർട്ടിന്റെ സാഹചര്യത്തിൽ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ഓണം നടക്കുന്ന ഓഗസ്റ്റ് മാസത്തെ സപ്ലൈകോയുടെ സബ്സിഡി സാധനങ്ങളുടെ പുതുക്കിയ വില പ്രഖ്യാപിച്ചു. ചെറുപയറിന് 85 രൂപ, ഉഴുന്ന് 87 രൂപ, കടല 63 രൂപ, വൻപയർ 68 രൂപ, തുവരപ്പരിപ്പ് 83 രൂപ, മുളക് 136 രൂപ 50 പൈസ, മല്ലി 1/2 കിലോ ആണ്, ബാക്കിയുള്ളതൊക്കെ 1 കിലോ ആണ്. മല്ലി 1/2 കിലോ 47 രൂപ 25 പൈസ, പഞ്ചസാര 1 കിലോ 34 രൂപ 65 പൈസ, വെളിച്ചെണ്ണ 1 ലിറ്റർ 1/2 ലിറ്റർ സബ്സിഡിയും 1/2 ലിറ്റർ സബ്സിഡി ഇല്ലാതെയുമാണ്, അത് 249 രൂപ. ജയ അരി 33 രൂപ, കുറുവ അരി 33 രൂപ, മട്ടരി 33 രൂപ. ഇവയിൽ ഏതെങ്കിലും ഒരു അരിയാണ് 8 കിലോ ലഭിക്കുന്നത്. പച്ചരി 29 രൂപ. ഇതിന് പുറമെ സപ്ലൈകോ കിറ്റുകൾ ഒരുക്കിയിട്ടുണ്ട്. 4 ഇനം ഭക്ഷ്യകിറ്റുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ആ കിറ്റുകളിലെല്ലാം 3 കിറ്റുകളിൽ അരിയുണ്ട്. 1 കിറ്റിൽ 3 കിലോ അരിയും 2 കിറ്റിൽ 10 കിലോ അരിയുമാണുള്ളത്. ഇതും കൂടാതെ സ്പെഷ്യൽ അരി സപ്ലൈകോയിൽ ഒരുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. റേഷൻ കടയിലും സ്പെഷ്യൽ അരി, നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്ക് 2 ഐറ്റം ആയിട്ടുണ്ട്. നീല റേഷൻ കാർഡിന് 3 കിലോ 10 രൂപ 90 പൈസ നിരക്കിലും 10 കിലോ 26 രൂപ നിരക്കിലും റേഷൻ കടകളിൽ നിന്നും ലഭിക്കും. 10-ാം തീയതിക്ക് ശേഷമാണ് 10 കിലോ 26 രൂപയ്ക്കുള്ളത് കിട്ടുക. അത് വെള്ള റേഷൻ കാർഡിനുമുണ്ട്. വെള്ള റേഷൻ കാർഡിന് പിന്നെ 7 കിലോ അരിയാണ് റേഷൻ കടയിൽ നിന്നും ഉള്ളത്. ഇതിന് പുറമെയാണ് സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്ന ഈ പറഞ്ഞ 13 ഇനം സബ്സിഡി സാധനങ്ങളും 4 കിറ്റ്. അതിൽ ഏതെങ്കിലും ഇഷ്ടമുള്ളത് വാങ്ങാം. ഒന്നിന് വില വരുന്നത് 299 രൂപ, മറ്റത് 1000 രൂപ, 1500 രൂപ, 2000 രൂപ. അതിൽ കൂടുതൽ വിലക്ക് ഉള്ള സാധനങ്ങൾ ഇതിൽ കിറ്റിലുണ്ട്. 2600 രൂപയോളം വില വരുന്ന കിറ്റിനാണ് 2000 രൂപ നൽകേണ്ടി വരുന്നത്. 378 രൂപ വില വരുന്ന സാധനങ്ങൾ അടങ്ങിയ കിറ്റാണ് 229 രൂപക്ക് ലഭിക്കുന്നത്. ആ രീതിയിൽ വാങ്ങാൻ കഴിയുന്നതാണ്. റേഷൻ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും 3 പാക്കറ്റ് ആട്ടയും ലഭിക്കും. അരിയും ഗോതമ്പും സൗജന്യമാണ്. ആട്ടയ്ക്ക് 7 രൂപ വീതം നൽകണം. 10-ാം തീയതി മുതൽ 16 ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള സൗജന്യ ഭക്ഷ്യകിറ്റും മഞ്ഞ റേഷൻ കാർഡിന് ലഭിക്കുന്നതാണ്. പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ വീതം അരിയും 1 കിലോ ഗോതമ്പും ലഭിക്കും. മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 4 കിലോ ഗോതമ്പ് കുറച്ച് പകരം 4 പാക്കറ്റ് ആട്ട നൽകും. അരിയും ഗോതമ്പും സൗജന്യമാണ്. ആട്ടയ്ക്ക് 9 രൂപ വീതം നൽകണം.
നീല റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിൽ ലഭിക്കും. സ്പെഷ്യൽ അരിയായും കൊണ്ട് 2 വിധത്തിലുള്ള സ്പെഷ്യൽ അരിയാണുള്ളത്. 3 കിലോ സ്പെഷ്യൽ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. 2 കിലോ ഗോതമ്പ് 8 രൂപ 70 പൈസ നിരക്കിലും നീല റേഷൻ കാർഡിനുണ്ട്. 10-ാം തീയതി മുതൽ 10 കിലോ സ്പെഷ്യൽ അരി കൂടി ലഭിക്കും. 25 രൂപ നിരക്കിലാണ് അത് ലഭിക്കുക. വെള്ള റേഷൻ കാർഡിൽ 3-ാം തീയതി മുതൽ 7 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും 2 കിലോ ഗോതമ്പും ലഭിക്കും. 2 കിലോ ഗോതമ്പ് 8 രൂപ 70 പൈസ നിരക്കിലും ലഭിക്കും. 10-ാം തീയതി മുതൽ 10 കിലോ അരി 25 രൂപ നിരക്കിലും ലഭിക്കും. നീല വെള്ള റേഷൻ കാർഡുള്ളവർക്കും ആട്ടയുണ്ട് 17 രൂപ നിരക്കിലാണ് അത് ലഭിക്കുക. അപ്പൊ ഇത്രയും വിഹിതങ്ങളാണ് റേഷൻ കടയിൽ നിന്നും ഓണമായതുകൊണ്ടുള്ളത്. ഈ മാസ കാലയളവിലെ മണ്ണെണ്ണയുടെ വിതരണം തുടരുന്നതാണ്. പെൻഷന്റെ കാര്യമാണ്. ഈ മാസത്തെ പെൻഷൻ വിതരണം 15-ാം തീയതിയോടുകൂടി ആരംഭിക്കാനാണ് സാധ്യത. സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പൊന്നും വന്നിട്ട് 6-ാം തീയതി തിരുവോണത്തിന് മുമ്പായും കൊണ്ട് എല്ലാവർക്കും, അതായത് കയ്യിലും പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം എന്നാണ് അറിയുന്നത്. അപ്പോൾ പെൻഷൻ വിതരണം നേരത്തെ ഉണ്ടാകും. 1 മാസത്തേത് കൂടി ചേർത്ത് അഡ്വാൻസ് ആയും കൊണ്ട് 2 മാസത്തേത് വിതരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതും ഉറപ്പായിട്ട് അറിഞ്ഞിട്ടില്ല. സർക്കാരിന്റെ അറിയിപ്പ്, ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വരേണ്ടതുണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഇപ്പോൾ 1 മാസത്തേത് കഴിഞ്ഞ 2 ദിവസം മുമ്പ് വിതരണം ആരംഭിച്ചിരുന്നു. ഒരു കുടിശ്ശികയും 1 മാസത്തേതും കൂടി ചേർത്ത് ഓണത്തിന് ലഭിക്കും എന്നാണ് വിവരം. 3200 ആണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ ലഭിക്കുക. അവർക്ക് ഇപ്പോഴും 1600 തന്നെയാണ്. ക്യാൻസർ രോഗികൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ ഈ ഓണത്തോടനുബന്ധിച്ച് ലഭിക്കും എന്നുള്ളതാണ് വിവരം. പ്രവാസികൾക്കും മുടങ്ങിയിട്ടുള്ള പെൻഷൻ ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യും എന്നുള്ള വിവരങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്കും.